മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജീവനക്കാരും ജനപ്രതിനിധികളും ചേർന്ന് മനോഹരമായ ഉദ്യാനമൊരുക്കി മാതൃകയായി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വേറിട്ടൊരു കൂട്ടായ്മയ്ക്ക് വേദിയായിരിക്കുകയാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് ഓഫീസിന്റെ കവാടത്തിന് ഇരുവശങ്ങളിലുമായി ജീവനക്കാരും ജനപ്രതിനിധികളും കൈകോർത്ത് മനോഹരമായ ഒരു ഉദ്യാനം വെച്ചുപിടിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഈ പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനവും പ്രൗഢമായി നിർവഹിക്കപ്പെട്ടു. പഞ്ചായത്തിലെ ജീവനക്കാരും ജനപ്രതിനിധികളും തങ്ങളുടെ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ചെടികളും വിവിധയിനം അലങ്കാര ചെടികളും ചേർത്താണ് ഈ ഹരിതത്തുരുത്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ ഉദ്യാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ M. ലക്ഷ്മി, A. സംഗീത, NM. അബ്ദുൾ സലാം, 4ാം വാർഡ് അംഗം P. ജയരാജൻ, മറ്റ് വാർഡ് മെമ്പർമാർ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കുകയും പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്തു. പരിപാടി നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി വാണിയംകുളം പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഒരുമിച്ച് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പരിപാടി സംഘടിപ്പിക്കുക, ആളുകൾക്ക് മാതൃകയാവുന്ന രീതിയിൽ, പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും തുടങ്ങണം ഒരു പൂന്തോട്ടം എന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് വരികയും ആ കാഴ്ചപ്പാടിലേക്ക് എത്തുകയും. ന്യൂസ് ഡെസ്ക് CCV.